നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആഗസ്റ്റ് 26 തീയതി തിങ്കളാഴ്ചയാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമി വരുന്നത്. എങ്ങനെയെങ്കിലും രാത്രി 12 മണിക്ക് മുൻപായി ഇനി പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിലൊന്ന് വെച്ച് നോക്കൂ, അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്തൊന്ന് വെച്ച് നോക്കൂ. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ചോദിക്കുന്ന വരം അതുപോലെ തന്നെ ലഭിക്കുന്നതാണ്. ജന്മാഷ്ടമി ദിവസം വാങ്ങേണ്ട അതിശക്തിയാർന്ന അത്ഭുത വസ്തുക്കൾ ഏതെല്ലാമാണെന്നും ഇത് വാങ്ങി ഏത് സമയത്താണ് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഒന്നാമതായി വാങ്ങേണ്ട വസ്തുവാണ് ഓടക്കുഴൽ. ഭഗവാൻ കൃഷ്ണന് ഓടക്കുഴൽ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഓടക്കുഴൽ ഇല്ലാത്ത കൃഷ്ണന്റെ രൂപം സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ജന്മാഷ്ടമി ദിവസം തടിയിലോ അല്ലെങ്കിൽ വെള്ളിയിലോ തീർത്ത ഒരു ഓടക്കുഴൽ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും നിറയുന്നതാണ്. ഇതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതാണ്. ജന്മാഷ്ടമി ദിവസം ഓടക്കുഴൽ വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ വീടിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകുന്നതുമാണ്. ഓടക്കുഴൽ വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന് സമീപത്തായി വെക്കാവുന്നതാണ്. ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ല എങ്കിൽ നിങ്ങൾ വിളക്ക് എവിടെയാണോ വെക്കുന്നത് ആ വിളക്കിന് സമീപത്ത് ഈ ഓടക്കുഴൽ വെക്കാവുന്നതാണ്. ഇനി രണ്ടാമതായി വാങ്ങേണ്ട വസ്തുവാണ് മയിൽപ്പീലി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇഷ്ട വസ്തുക്കളിൽ ഒന്നാണ് മയിൽപ്പീലി. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ കിരീടത്തിൽ എപ്പോഴും ഒരു മയിൽപ്പീലി സൂക്ഷിക്കാറുണ്ട്. ജ്യോതിഷപ്രകാരം ജന്മാഷ്ടമി നാളിൽ മയിൽപ്പീലി വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് കാളസർപ്പദോഷമുണ്ടെങ്കിൽ ആ ദോഷത്തിൽ നിന്നും മുക്തിയും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തവണത്തെ ജന്മാഷ്ടമി ദിവസം ഒരു മയിൽപ്പീലിയെങ്കിലും വാങ്ങി അത് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്കിന് സമീപത്തായോ വെക്കുക. ഇനി മൂന്നാമതായി വാങ്ങേണ്ട വസ്തുവാണ് വെണ്ണ. ജന്മാഷ്ടമി ദിനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന് പ്രിയപ്പെട്ട വെണ്ണ വാങ്ങി അത് ഭഗവാന് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. വെണ്ണ വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ നിന്നും ഒരല്പം എടുത്ത് ഭഗവാന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ആ ഭഗവാന്റെ വായുടെ ഭാഗത്ത് ഒരല്പം തേച്ച് വെക്കാവുന്നതാണ്. അന്നേ ദിവസം ഭഗവാന്റെ വായിൽ ഈ വെണ്ണ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബാക്കി വെണ്ണ ഒരമണിക്കൂർ നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെയോ വെക്കുക. അരമണിക്കൂറിന് ശേഷം ഈ വെണ്ണ തിരികെ നിങ്ങളുടെ കിച്ചണിലേക്ക് എടുക്കാവുന്നതാണ്. ജന്മാഷ്ടമി ദിവസം വെണ്ണ വാങ്ങി ഈ രീതിയിൽ ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ തീർച്ചയായും ഭഗവാൻ പ്രസാദിക്കുകയും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നതുമാണ്. ഇനി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. വെണ്ണ വാങ്ങിക്കൊണ്ടുവന്ന് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അത് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്കിന് മുൻപിലായോ വെക്കുക. പിന്നീട് അരമണിക്കൂറിന് ശേഷം ഇത് തിരികെ നിങ്ങളുടെ കിച്ചണിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് വൈജയന്തി മാല. വിശ്വാസങ്ങൾ പ്രകാരം വൈജയന്തി മാലയിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് കരുതുന്നത്. മാത്രമല്ല, വൈജയന്തി മാല ശ്രീകൃഷ്ണ ഭഗവാന് വളരെയേറെ പ്രിയപ്പെട്ടതുമാണ്. ജന്മാഷ്ടമി ദിവസം വൈജയന്തി മാല നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം നിറയുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നല്ല രീതിയിൽ ഉയർച്ച അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു വൈജയന്തി മാല വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് നിങ്ങളുടെ പൂജാമുറിയിലെ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിൽ ചാർത്താവുന്നതാണ്. ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് കാമധേനു അല്ലെങ്കിൽ പശുവിന്റെ പ്രതിമ. ഭഗവാൻ കൃഷ്ണന് വളരെ പ്രിയപ്പെട്ടതാണ് ഗോക്കൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഗോക്കളെ മേയിച്ച് നടന്നതിനാൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് ഗോപാലൻ എന്ന പേരുമുണ്ട്. അതുകൊണ്ട് ഇത്തവണ ജന്മാഷ്ടമി ദിവസം പശുവിൻ്റെയും പശുക്കിടാവിൻ്റെയും ഒരു വിഗ്രഹം വീട്ടിൽ കൊണ്ടുവന്ന് അത് വടക്ക് കിഴക്ക് ദിശയിൽ വെക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് വളരെ നല്ലതാണ്. ജന്മാഷ്ടമി ദിവസം ഇത്തരത്തിൽ പശുവിൻ്റെയും പശുക്കിടാവിൻ്റെയും വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഭാഗ്യങ്ങൾ വർദ്ധിക്കുകയും കുട്ടികൾക്ക് സന്തോഷം ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ജന്മാഷ്ടമി ദിവസം കാമധേനുവിൻ്റെ അല്ലെങ്കിൽ ഒരു പശുവിൻ്റെയും പശുക്കിടാവിൻ്റെയും വിഗ്രഹം വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക. ഈ വിഗ്രഹം നമ്മുടെ വീട്ടിൽ ഉള്ളിടത്തോളം കാലം
നമ്മുടെ വീട്ടിൽ അന്നത്തിനോ പണത്തിനോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതുമല്ല. ഇനി അടുത്തതായി ജന്മാഷ്ടമി ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഗംഗാജലം വാങ്ങിക്കൊണ്ടുവരുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ്. ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജി പൂർണ്ണമായും മാറി നല്ല പോസിറ്റീവ് എനർജിയും വീടാകെ സന്തോഷവും ഐശ്വര്യവും നിറയുന്നതുമാണ്. എല്ലാ പൂജാ സ്റ്റോഴ്സിലും ഗംഗാജലം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇത്തവണ ജന്മാഷ്ടമി ദിവസം ഒരു ചെറിയ കുപ്പി ഗംഗാജലം വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മുടെ പൂജാമുറിയിൽ വെക്കുക. ഗംഗാജലം നമ്മുടെ വീട്ടിൽ വെക്കുന്നതിലൂടെ പിന്നീട് നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് വീണ. വീട്ടിൽ ശാന്തമായ സ്ഥലത്ത് വീണ വെക്കുന്നതിലൂടെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ നിറയുന്നതാണ്. മാത്രമല്ല വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ബുദ്ധിയും വിവേകവും വന്നു ചേരുന്നതുമാണ്. ഈ 7 വസ്തുക്കൾ കൂടാതെ ഇനി പറയാൻ പോകുന്ന 3 വസ്തുക്കൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭഗവാന് നിവേദ്യമായും സമർപ്പിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തേത് തുളസി തീർത്ഥമാണ്. തുളസി തീർത്ഥത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ് തുളസി തീർത്ഥം. ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പഞ്ചപാത്രത്തിലോ നിറയെ ശുദ്ധമായ ജലമെടുക്കുക. അതിലേക്ക് കുറച്ച് തുളസിയില ഇടാവുന്നതാണ്. ഇനി സാധിക്കുന്നവർക്ക് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ചതും ഒരേലക്കയും ഒരു ഗ്രാമ്പു കൂടി ഇതിലേക്ക് ചേർക്കുക. ഇനി പച്ചക്കർപ്പൂരവും ഏലക്കയും ഗ്രാമ്പുവും ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ശുദ്ധമായ ജലത്തിൽ തുളസി ഇലകളിട്ട് ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അത് പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ സമർപ്പിക്കുക. ഇനി രണ്ടാമതായി ഭഗവാന് ഏറെ ഇഷ്ടമുള്ള വെണ്ണയാണ് ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമതായി ഭഗവാന് അവൽ നിവേദ്യം സമർപ്പിക്കുന്നതും നല്ലതാണ്. ഇനി അവൽ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുമ്പോൾ വെറുതെ അവൽ വെക്കരുത്. ഒരു തട്ടത്തിൽ കുറച്ച് അവൽ എടുക്കുക. അതിലേക്ക് ശർക്കര പൊടിച്ചതും ചേർത്ത് വേണം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുവാൻ. ഈ രീതിയിൽ ഭഗവാന് അവൽ നിവേദ്യമായി സമർപ്പിക്കുന്നതിലൂടെ കുചേലനെ കുബേരനാക്കിയതുപോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നല്ല രീതിയിൽ ഉയരുന്നതാണ്. ഇനി നിവേദ്യമായി സമർപ്പിക്കുന്ന ഈ 3 വസ്തുക്കളും നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് സർവം കൃഷ്ണാർപ്പണം, സർവം കൃഷ്ണാർപ്പണം, സർവം കൃഷ്ണാർപ്പണം എന്ന് 3 തവണ ചൊല്ലുക. 3 തവണ ഇങ്ങനെ ചൊല്ലിയതിനു ശേഷം ഈ നിവേദ്യം ഭഗവാൻ സ്വീകരിക്കണമെന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം എന്താണോ ഭഗവാനോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഏതാഗ്രഹമാണോ സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് പറയാനുള്ളത്, അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് നല്ലതുപോലെ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഈ 3 വസ്തുക്കളും നിവേദ്യമായി സമർപ്പിച്ചതിന് ശേഷം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഈ നിവേദ്യങ്ങൾ തിരികെ എടുത്ത് വീട്ടിലുള്ള എല്ലാവർക്കും ഇത് പ്രസാദമായി കഴിക്കാവുന്നതാണ്. ഇത്തവണത്തെ ജന്മാഷ്ടമി ദിവസം ഈ പറഞ്ഞ വസ്തുക്കളിൽ ഏതെല്ലാമാണോ നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നത് അവ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരിക. കൂടാതെ ഈ 3 വസ്തുക്കളിൽ ഏതാണോ നിവേദ്യമായി ഭഗവാൻ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നത് അത് ഭഗവാന് നിവേദ്യമായും സമർപ്പിക്കുക. അഷ്ടമി രോഹിണി ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ പണം വന്ന് നിറയുന്നതാണ്. മാത്രമല്ല ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.